ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു DIY വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും DIY ഓർഗനൈസേഴ്സ് ഇഷ്ടമല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോപ്പ് ബോക്സ് എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ, എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഓർഗനൈസർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കിതിന് എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സെല്ലോ ടേപ്പ്, പിന്നെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ചെറുത്, പിന്നെ കത്രിക, ഗ്ലൂ, ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല, പിന്നെ ഒരു ത്രെഡ് വേണം, പിന്നെ കളർ പേപ്പർ. അത് നമ്മുടെ കയ്യിലുള്ള ഭംഗിയുള്ള എങ്ങനത്തെ പേപ്പർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ബോക്സിൽ ഒരു സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇതിൽ കൂടെ ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല, ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് നല്ല ഉറപ്പിലിരിക്കാൻ വേണ്ടിയിട്ട്, അതങ്ങോട്ട് ഊരി പോരരുതല്ലോ. അപ്പോൾ നല്ല ഉറപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ രണ്ട് സൈഡിലും ആ മുകൾ ഭാഗത്തുമായിട്ട് നല്ലോണം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അടുത്ത പണി നമുക്ക് നല്ല ഭംഗിയിലൊന്ന് കവർ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, പ്രസൻറ്റേഷൻ പുതിയ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിതിൻ്റെ അടിഭാഗത്തും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഉൾഭാഗത്താണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഉൾഭാഗത്ത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി ചെയ്യാണ്ട്, നമ്മളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും വന്ന് നമുക്ക് ഈ ബോക്സിൻ്റെ പുറകുവശത്തേക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ ബോക്സ് അവിടെ വെച്ചിട്ട് അതിൻ്റെ വലിപ്പത്തിന് ആവശ്യമുള്ളത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ നമ്മൾ ആ ബോക്സിൻ്റെ അടിഭാഗത്തേക്കും കറക്റ്റായിട്ടുള്ള പാകത്തിന് ഒരു ചെറിയ പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അത് ഒട്ടിക്കണമെന്നൊന്നുമില്ല, അത് അവിടെ തന്നെ ഇരുന്നോളും. നല്ല ഉറപ്പിൽ ഒന്നുകൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ വലിയ പീസിൽ നമ്മൾ നേരത്തെ പൊതിഞ്ഞ കളർ പേപ്പർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഇതും കൂടി നല്ല ഭംഗിയിലൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, അവിടെയും കൂടി നമുക്ക് ഈ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും ഉള്ളിലേക്ക് കടത്തി ഒട്ടിക്കുന്നില്ല, അത് നമുക്ക് പുറമേക്ക് കാണുന്നില്ല. അപ്പോൾ കാണുന്ന ഭാഗത്ത് മാത്രം രണ്ട് സൈഡിലും ഞാൻ ഇതേപോലെ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിന് ഒരു ഹോൾ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു സ്ക്രൂ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഹോൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുക.
അതിനുശേഷം ഞാനിത് നമ്മുടെ ബോക്സിൽ വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, കറക്റ്റ് പ്ലേസ് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെയും കൂടി ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് അവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും നൂലോ ചരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഹോളിൽ കൂടെ കടത്തിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം, ഒരു കൊളുത്ത് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു റെഡ് കളറിലുള്ള ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും റെഡി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി, ഇത്രയും മതി നമുക്ക്. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കലാണ്. അത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ വാഷി ടേപ്പ് ഉണ്ടല്ലോ, അത് ഈ ബോർഡേഴ്സിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് മിറേഴ്സ് എടുത്തിട്ടുണ്ട്, അതൊരു പൂവിൻ്റെ പോലെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സെൻറ്ററിലായിട്ട്. അതിനുശേഷം കുറച്ച് ചെറിയ സ്റ്റോൺസ് ആണ്, അത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഭംഗിയാക്കി കൊടുക്കുക. അപ്പോൾ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടായിരിക്കുമല്ലോ, നല്ലൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടമുള്ളവർ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഓർഗനൈസർ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ പഴയ രൂപം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? ദാ ഈ സോപ്പ് ബോക്സ് ആണ് നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി മാറ്റിയത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി നമ്മളിത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടി വിയുടെ ഒക്കെ റിമോട്ട് ഉണ്ടല്ലോ, ആ റിമോട്ട് ഹോൾഡറായിട്ടാണ് ഞാനിവിടെ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്, ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. സ്റ്റേഷനറി ഐറ്റംസോ അങ്ങനെ എന്തായാലും ഓർഗനൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ വല്ലാണ്ട് അങ്ങോട്ട് വെയിറ്റുള്ള സാധനങ്ങളൊന്നും സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള സോപ്പ് ബോക്സുകളോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സുകളോ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.